രാജാതിരാജാവും ലോകരക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2024 ഏറ്റവും അവസാനത്തെ മാസത്തിലാണ് നാം ആയിരിക്കുന്നത്. നമുക്കറിയാം, ഡിസംബർ മാസം ലോകമെമ്പാടുമുള്ള സകല നഗരങ്ങളും ദീപാലങ്കൃതമായി ക്രിസ്തുമസിന്റെ ആഘോഷ ലഹരിയിലാണ്. ഓരോ വീടുകളും ദീപാലങ്കൃതമായി മനോഹരമായ ക്രിസ്മസ് ട്രീയും അതുപോലെ പുൽക്കൂടും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹര കാഴ്ച നാം കാണുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ഈ മനോഹരമായ സമയത്ത് ഈ ക്രിസ്തുമസിന് ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നാം ഓർക്കുന്നത് നന്നായിരിക്കും. There is a reason for this season. ക്രിസ്തുമസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒരു റീസൺ, ഒരു കാരണം, അത് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുന്നു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അവന്റെ അമ്മയാകയ മറിയയോട് പറയുന്ന ഒരു കാര്യമാണ് കാണുന്നത്. എലിസബത്ത് ഗർഭവതിയായി അവൾക്ക് 6 മാസം ആയപ്പോൾ മറിയയുടെ അടുക്കലേക്ക് സ്വർഗത്തിലെ ദൈവം ഗബ്രിയേൽ ദൂതനെ അയക്കുകയാണ്. ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് അവളെ വന്ദനം ചെയ്തു. അവളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. എന്താണ് കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന ഈ മകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാട്? അത് ക്രിസ്തുമസിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എല്ലാറ്റിനും ഉപരി വീണ്ടെടുക്കപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാ ദൈവജനവും കർത്തൃദിവസത്തിൽ ഈ വലിയ കാര്യം ധ്യാനിക്കുന്നതും നന്നായിരിക്കും. ഇവിടെ ക്രിസ്തുമസിന്റെ ഒരു കാരണം വിശദമാക്കി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് ഗൃഹത്തിൽ ഉള്ള മറിയയുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ അകത്തു ചെന്നു എന്നാണ് നാം വായിക്കുന്നത്. പലപ്പോഴും ക്രിസ്തുമസിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും അബദ്ധ ജടിലമായ കഥകളും വളരെയധികം വ്യാപിക്കുന്നുണ്ട്. അതിലൊന്നാണ് യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നത്. മറിയ വെള്ളം കോരാൻ പോയപ്പോൾ കിണറ്റിന്റെ അരികിൽ വെച്ചാണ് ദൂതൻ അവളെ കണ്ടത് എന്ന് പറയാറുണ്ട്. എന്നാൽ മറിയയുടെ അടുക്കൽ വന്ന് മറിയെ ഇന്റർവ്യൂ ചെയ്ത് അന്നത്തെ സംഭവങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയ ലൂക്കോസ് ആണ് ഈ സുവിശേഷത്തിലൂടെ ആ കാര്യം വിശദമാക്കുന്നത്. ദൈവത്തിന്റെ ദൂതൻ
മറിയുടെ അടുക്കൽ അകത്തു ചെന്നു എന്നാണ് നാം 28-ാം വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 1:28 വ്യക്തമായി പറയുവാൻ കഴിയും, മറിയ വീടിനകത്തായിരുന്നപ്പോൾ ഈ ദൂതൻ അവളുടെ അടുക്കൽ വന്നു. ഇത് മറിയയിൽ നിന്നും ലൂക്കോസ് ഗ്രഹിച്ചു എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. മറിയ ഇതൊക്കെയും അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് ലൂക്കോസ് എഴുതി വെക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പോൾ ക്രിസ്മസ് ദിനത്തിന്റെ ആ സന്ദേശം എന്താണ്? ദൈവത്തിന്റെ ദൂതൻ മറിയോട് പറയുകയാണ്. ഒന്നാമതായിട്ട് നാം കാണുന്നത് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. മറിയ കന്യകയായിരുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഇവിടെ നിന്നും കാണുവാൻ കഴിയുന്നത്, കന്യക ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന മകൻ, ഹി ഈസ് എ പെർഫെക്റ്റ് മാൻ. അവൻ സമ്പൂർണനായ ഒരു മനുഷ്യനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കന്യകാസുതൻ എന്നാണ് അറിയപ്പെടുന്നത്. അവൻ കന്യകയായ മറിയയിൽ നിന്നും ജനിച്ചവനാണ്. ദൈവം മനുഷ്യനായി വന്നവനാണ്. അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ഈ സമ്പൂർണ്ണ മനുഷ്യനായ കർത്താവിനെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1:35 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ ഹോളി ചൈൽഡ് എന്നാണ് വിശുദ്ധ പ്രജ എന്ന് കാണുന്നത്. അപ്പോൾ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന മകൻ, അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ്. അവൻ പാപമില്ലാത്ത മനുഷ്യനാണ്. ഹോളി ചൈൽഡ്, വിശുദ്ധ പ്രജ. അതുകൊണ്ട് കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന മകൻ പരിശുദ്ധനാണ്, പാപമില്ലാത്തവനാണ്, വിശുദ്ധനാണ്. കാരണം അവൻ പാപത്തിൽ ഉരുവായതല്ല, പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചതല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ പരിശുദ്ധാത്മാവ് കന്യകയായ മറിയുടെ മേൽ നിഴലിട്ട് ജനിച്ചവനാണ്. സോ ഹീസ് ഹോളി ആൻഡ് ഹീസ് ദ ഹോളി ചൈൽഡ്. ഈ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഭൂമിയിൽ പരിശുദ്ധനായി ജനിച്ചവനുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും പാപികളായി ജനിച്ചവരാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ക്രിസ്തുമസിന്റെ സന്ദേശം, ഭൂമിയിൽ പിറന്ന പരിശുദ്ധനായ മനുഷ്യപുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവന് യേശു എന്ന് പേര് വിളിക്കണം. ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്നാണ് നാം കാണുന്നത്. അതുകൊണ്ട് അവൻ പാപികളുടെ രക്ഷകനാണ്. ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പാപികളെ രക്ഷിക്കുവാനായി അവതരിച്ച മറ്റാരുമില്ല. പാപികളെ ശിക്ഷിക്കുവാൻ, പാപം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാപികളെ നിഗ്രഹിക്കുവാൻ വന്നവരുണ്ട്. പക്ഷേ പാപിയെ സ്നേഹിച്ചുകൊണ്ട് പാപത്തിന് പകരമായി മരിക്കുവാൻ പാപിയുടെ രക്ഷകനായി വന്ന ഒരുവനെ മനുഷ്യ ചരിത്രത്തിലുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവൻ പരിശുദ്ധനായ മനുഷ്യപുത്രനാണ്. രണ്ടാമതായിട്ട് അവൻ പാപികളുടെ രക്ഷകനാണ്. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ വലിയവൻ ആകും. ഹി വിൽ ബി ഗ്രേറ്റ്. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് സകലരിലും മഹാൻ. അവൻ എല്ലാവരിലും മഹാനാണ്. അവന് തുല്യമായി ആരും ഇല്ല. അവനെ പോലെ ആരുമില്ല. അവൻ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനാണ്. അവൻ ഏറ്റവും വലിയവനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ വലിയവനാകും എന്നാണ്. അവന്റെ ജനനം അത് ഹീന ജനനം ആയിരുന്നു. ഏറ്റവും സാധുവായി അവൻ ജനിച്ചു. എന്നാൽ ഹീനജന്മമെടുത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്ര ശ്രേഷ്ഠനായി തീർന്നിരിക്കുന്നു. നാം വായിക്കുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ, എന്റെ ദാസൻ കൃതാർത്ഥനാകും,
അവൻ അത്യന്തം ഉയർന്നു പൊങ്ങി സിംഹാസനസ്ഥനായിട്ട് വാഴുന്ന ഒരു അനുഗ്രഹീത കാഴ്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഹി ഈസ് ഗ്രേറ്റ്. അവൻ വലിയവനാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോലെ ആരാധ്യൻ ആരും ഇല്ല. അവനെ കുറിച്ച് നാം വീണ്ടും കാണുകയാണ്. നാലാമതായിട്ട് അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 1:35 നാം കാണുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് നാലാമതായി ഈ കന്യകയിൽ നിന്നും ജനിക്കുന്നവൻ അത്യുന്നതനായവന്റെ പുത്രനാണ്. ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. അത്യുന്നതനായ ദൈവം, അവനൊരു പുത്രനുണ്ട്. ഈ പുത്രനുണ്ട് എന്ന് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കുന്നത് ദൈവത്തിന് ഒരു ഭാര്യയിൽ ജനിച്ച മകനാണ് എന്നല്ല. പിന്നെയോ ദൈവം വിവാഹം കഴിച്ചിട്ടില്ല. ദൈവത്തിന് വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനൊരു ഭാര്യ അങ്ങനെയില്ല. പിന്നെയോ ഇവന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. എന്നാൽ അവനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ അത്യുന്നതന്റെ പുത്രനാണ്. ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്, ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. അതിന്റെ അർത്ഥം എന്താണ്? സൺ, ദ വൺ ഹു റിസംബ്ലൻസസ് ദ ഫാദർ. പിതാവിനെ പ്രതിനിധീകരിക്കുന്നവൻ ആരോ അവനാണ് പുത്രൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് അവന് ദൈവപുത്രൻ എന്ന നാമം ഉണ്ട്. കന്യകയായ മറിയോട് കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് പറയുകയാണ്, നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അവൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ സമം ദൈവം. അഞ്ചാമതായിട്ട് അവനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. The Lord God will give the throne of his father David to him. ദാവീദിന് ഒരു സിംഹാസനം ഉണ്ടായിരുന്നു. ദാവീദിന്റെ സിംഹാസനം എന്നേക്കും ഉള്ള സിംഹാസനമാണെന്ന് പഴയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവനെ എന്നേക്കും അവന്റെ പുത്രന് വാഴുവാനായിട്ട് ആ സിംഹാസനം ദൈവം വാഗ്ദത്തം നൽകിയതാണ്. അതുകൊണ്ട് ആ പുത്രൻ മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മറ്റൊരു പേര് ദാവീദ് പുത്രൻ എന്നാണ്. ദൈവത്തിന്റെ രാജാവായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്ന ദൈവപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് അഞ്ചാമതായി അവൻ ദാവീദ് പുത്രനാണ്. യേശു ക്രിസ്തു എന്തിനാണ് ജനിച്ചത്? അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് രാജാവായി വാഴുവാൻ ദാവീദിന്റെ പുത്രനായിട്ട് ജനിച്ചതാണ്. ദാവീദിന്റെ ഗ്രഹത്തിലുള്ള മറിയയിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവകാശം ഉണ്ടാകുന്നത്. ദാവീദിന്റെ പുത്രൻ എന്ന നാമം അവന് ലഭിച്ചത്. അതുകൊണ്ട് അഞ്ചാമതായി അവൻ ദാവീദ് പുത്രനാണ്. ആറാമതായിട്ട് നാം കാണുന്നത് അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. ഹി ഈസ് ദ കിങ് ഓഫ് ഇസ്രായേൽ ഫോർ എവർ ആൻഡ് എവർ. നിത്യനായി ഇസ്രായേലിന്റെ രാജാവായി വാഴുന്നവനാണ് അവൻ. ഇസ്രായേലിൻ നാഥനായി വാഴുന്ന ഏക സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിന്റെ രാജാവായി നിത്യം വാഴും. അതെ, യേശു ക്രിസ്തു രാജാവായി നിത്യം വാഴുവാനാണ് അവൻ ഈ ഭൂമിയിൽ കന്യകയിൽ നിന്ന് ജനിച്ചത്. ക്രിസ്തുമസ്, അത് ഓർക്കുക, നമ്മെ ഒരു വലിയ സന്ദേശം ഓർമ്മിപ്പിക്കുന്നതാണ്. എന്താണത്? യേശു ക്രിസ്തു കന്യകയുടെ സുതനായി ദാവീദ് ഗ്രഹത്തിൽ ജനിച്ചത് അവൻ രാജാവായി നിത്യം വാഴേണ്ടതിനാണ്. ആറാമതായി അവൻ രാജാവായി നിത്യം രാജാവായി വാഴുന്നവനാണ്. ഹി ഈസ് ദ ഇറ്റേണൽ കിങ്. അവൻ നിത്യ രാജാവാണ്. ഏഴാമതായി നമ്മളവിടെ കാണുന്നത് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഹിസ് കിങ്ഡം വിൽ ബി ദ ഇറ്റേണൽ കിങ്ഡം. അവന്റെ രാജ്യം നിത്യ
നിത്യമായ രാജ്യമാണ്. നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ആകയാൽ നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഭയത്തോടെ സേവ ചെയ്യുക. ഭയത്തോടെ ഭക്തിയോടെ സേവ ചെയ്യേണ്ടതിന്റെ കാരണം നാം ഇളകാത്ത രാജ്യം പ്രാപിക്കും. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കന്യകയുടെ മകനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ പോവുകയാണ്. അതെ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ മറിയോട് അരുളി ചെയ്ത ആ അരുളപ്പാടിൽ 7 സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവൻ കന്യകയുടെ മകനായി ജനിക്കുന്ന പരിശുദ്ധനായ വിശുദ്ധ പ്രജയാണ്, പരിശുദ്ധനായവനാണ്, അവൻ ദൈവപുത്രനാണ്. അവന്റെ ഒന്നാമത്തെ പേര് മനുഷ്യപുത്രൻ എന്നാണ്. ഒന്നാമതായി നാം കാണുന്നത് കന്യകയുടെ മകൻ, അവൻ മനുഷ്യപുത്രനാണ്, അവൻ വിശുദ്ധ പ്രജയാണ്. രണ്ടാമതായി നാം കാണുന്നത് അവൻ പാപികളുടെ രക്ഷകനാണ്. മൂന്നാമതായി അവൻ ഏവരിലും മഹാനാണ്, എല്ലാവരിലും ശ്രേഷ്ഠനാണ്, അവനൊപ്പം പറയാൻ ആരുമില്ല. നാലാമതായി അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ദൈവപുത്രനായിട്ടെന്നും വാഴുന്നവനാണ്. അഞ്ചാമതായി അവൻ ദാവീദിന്റെ പുത്രനാണ്, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. ആറാമതായി അവൻ എന്നേക്കും രാജാവായി, ഇസ്രായേലിന്റെ രാജാവായി വാഴുന്നവനാണ്. അവൻ ഇസ്രായേലിന്റെ നാഥനാണ്, സകലരുടെയും രാജാവാണ്. ഏഴാമതായി അവന്റെ രാജ്യം നിത്യമാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്ദേശം, the reason for this season is the Lord Jesus Christ, the eternal King. He is going to come and reign this world. അതെ, ഈ ക്രിസ്തുമസിന്റെ വിലപ്പെട്ട സന്ദേശം, യേശു ക്രിസ്തു രാജാതിരാജാവാണ്. അവൻ രാജാവായി വാഴുവാൻ വേണ്ടിയാണ് മനുഷ്യജന്മം എടുത്തത്. അവന്റെ അവതാരത്തിന്റെ ഏക ഉദ്ദേശം അവൻ ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം എന്നേക്കും രാജാവായി വാഴുക എന്നുള്ളതാണ്. അതുകൊണ്ട് വൺ റീസൺ, അതാണ് നാം ചിന്തിച്ചത്, ഒരു കാരണം. അത് ഈ സീസണിന്റെ ഒരു റീസൺ, യേശു ക്രിസ്തു നിത്യ രാജാവായി വാഴും എന്നുള്ളതാണ്. ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ തലയിൽ ഒരു കിരീടം വെച്ചിരുന്നു, അതൊരു മുൾക്കിരീടമായിരുന്നു. എന്നാൽ അവൻ രാജമുടി ഏന്തി രാജാതിരാജാവായി വാഴുവാൻ വരികയാണ്. ക്രൂശിൽ അവന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, യഹൂദന്മാരുടെ രാജാവായ നസ്രേത്തുകാരൻ യേശു. എന്നാൽ അവൻ യഹൂദന്മാരുടെ രാജാവല്ല, സർവ്വലോകത്തിന്റെയും അധിപതിയാണ്. രാജാതിരാജാവായി നിത്യം വാഴുന്ന നിത്യരാജാവാണ്. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവനാണ് കർത്താവായ യേശു ക്രിസ്തു, അവനാണ് ക്രിസ്തുമസിന്റെ നാഥൻ. അവനെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഏഴകളാകുന്ന ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് രാജാതിരാജാവായി വരും എന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് തന്നിരിക്കുക സ്തോത്രം. ആ പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ ജീവിതം തുടരുമ്പോൾ ഇടയവരാകുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ നെടുമ്പാട് വീണ് അങ്ങേക്ക് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു. ഇടയവരാകുന്ന ഞങ്ങളുടെ ആരാധന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്വീകരിക്കുമാറാകണമേ. ആമേൻ.